ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓണ്ടർപ്രണറിനെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിന്റെ ബാക്കി ഭാഗം തുടങ്ങുകയാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഇതിന്റെ ഫങ്ഷൻസ്, സംരംഭകന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് ഫങ്ഷൻസ് പ്രധാനമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്നോവേഷൻ, രണ്ട് റിസ്ക് ടേക്കിംഗ്, മൂന്ന് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്. അപ്പൊ ഈ മൂന്ന് ഫങ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്നോവേഷൻ ആണ്. ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇന്നോവേഷൻ മീൻസ് ഡൂയിങ് ന്യൂ തിങ്സ് ഓർ ഡൂയിങ് എക്സിസ്റ്റിംഗ് തിങ്സ് ഇൻ എ ന്യൂ വേ. ഇന്നോവേഷൻ ഒരു പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു വസ്തുതയെ പുതിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഇന്നോവേഷൻ, കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇന്നോവേഷൻ എന്ന ഫങ്ഷന്റെ അകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നോക്കണം. ആദ്യം പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റിന്റെ അവതരണമാണ് ആദ്യത്തെ സെക്ഷൻ പറയുന്നത്. രണ്ടാമത്തത് ഉൽപാദനം ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏതൊരു പുതിയ മെത്തേഡിലൂടെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉൽപാദനം നടത്താം, അതിനെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് പറയുന്ന ഒരു നല്ലൊരു മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യണം, നല്ലൊരു മാർക്കറ്റിനെ ഡെവലപ്പിംഗ് ചെയ്യണം. നാലാമത്തത് ഈ റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ആ ഒരു റോ മെറ്റീരിയൽസിന്റെ ഫ്രഷ് സോഴ്സ് നമ്മൾ കണ്ടെത്തണം. പിന്നെ പറയുന്നത് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ മാനേജ്മെന്റ്. പിന്നെ ഇപ്പം ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ആയിട്ടൊരു മാനേജ്മെന്റ് ഫങ്ഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതില് ചില മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഒരു ഓർഗനൈസേഷനിലൂടെ പുതിയൊരു ടൈപ്പ് ഓഫ് ലൈക്ക് എന്താണ് ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടുവരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നോവേഷൻ എന്ന ഫങ്ഷൻസിൽ പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്കിനെ കുറിച്ചാണ്. അപ്പൊ റിസ്കിൽ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഇന്നോവേഷനിൽ പോലെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. റിസ്കിൽ ആദ്യം പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ദ ടേസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ന്യൂ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നമ്മുടേതായ സാറ്റിസ്ഫാക്ഷനും കൂടി അവർ പരിഗണിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സജഷൻസും കൂടി അവർ വിലയിരുത്തി ഒരു പുതിയ ആ പ്രോഡക്റ്റിനെ പിന്നെ അതേ പ്രോഡക്റ്റ് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി വീണ്ടും വിപണിയിൽ ഇറക്കാമെന്നൊക്കെ അവർ ചിന്തിക്കും. അപ്പം ഇതൊരു റിസ്ക് ആയിട്ടാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ പറയുന്നു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഫ്രം അതർ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പം ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം അവർ തമ്മിലുള്ള ചെറിയൊരു പോരാട്ടം അല്ലെങ്കിൽ ചെറിയൊരു കോമ്പറ്റീഷനും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതൊരു റിസ്ക് ആയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഈ ഉൽപ്പാദിപ്പിക്കുമല്ലോ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ചില അസ്വസ്ഥതകൾ നേരിടേണ്ടി വരും. ഇപ്പോൾ വിലയുടെ കാര്യത്തിലായാലും ടാക്സിന്റെ കാര്യത്തിലായും. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഈ ഒരു ഓണ്ടർപ്രണറിന്റെയും അതുമായി ബന്ധപ്പെട്ട ബാക്കി ആക്ടിവിറ്റീസും ചെയ്യാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് പോളിസീസ് മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പം എന്താണ് വിലയിടിയലും വിപണിയിലൊക്കെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമല്ലോ. അപ്പം സാധനങ്ങളെ വില, പിന്നെ ഈ ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? കുറച്ച് പോളിസീസ് ഒക്കെ ഇറക്കും. അപ്പം നിലവിലുള്ള പോളിസിയൊക്കെ അത് മാറ്റിക്കൊണ്ടായിരിക്കും പുതിയ പോളിസിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അതൊരു റിസ്ക് ആണ്. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് അല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ ഇതിലൊരു റിസ്ക് ആയിട്ട് മാറാം. അപ്പൊ ഇതില് ഫസ്റ്റ് പാരയില് ആദ്യത്തെ സെന്റൻസ് പറയുന്നുണ്ട്, ആൻ ഓണ്ടർപ്രണർ ബൈ ഡെഫിനിഷൻ ഈസ് റിസ്ക് ടേക്കർ ആൻഡ് നോട്ട് റിസ്ക് ശ്രിക്കർ. അപ്പം ഇതില് സംരംഭകൻ എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ടേക്കർ ആണ്. എന്ന് വെച്ചാൽ അയാൾ റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കും, ലാഭമായാലും നഷ്ടമായാലും. പക്ഷെ ഒരിക്കലും അദ്ദേഹം അതിലൊരു എന്ത് കാണിക്കില്ല, ഒരു ലേസിനെസ് കാണിക്കില്ല, ഒരു മടി കാണിക്കില്ല. അദ്ദേഹം ചിലപ്പം നഷ്ടവും ലാഭവും മുന്നിൽ കണ്ടാണ് ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ
അതില് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ പുതിയ ഐഡിയാസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം ആ ഒരു ചിന്തയിലൂടെയാണ് എപ്പോഴും സംരംഭകര് നടക്കാറുള്ളത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ചില പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമല്ലോ, പുതിയ പുതിയ ന്യൂ ഇന്നോവേഷൻസ്. അപ്പോൾ അത് പീപ്പിളിനെതിരായിട്ട് ചില സമയത്തില് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് നിലവിലുള്ള അവരുടെ ബിഹേവിയർ പാറ്റേൺസ് മാറിക്കൊണ്ടേയിരിക്കും. ഇവർ ഓരോ കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം ഇതില് വരുന്നുണ്ട്. അത് വേറൊരു ഒരു ഇഷ്യൂ ആണ്. പിന്നെ അടുത്ത് നമ്മള് മൂന്നാമത്തെ ഫംഗ്ഷനായ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ അത് പറയുന്നത് ഇപ്പൊ ഒരു ഓണ്ടർപ്രണറിന്റെ കീഴില് ടീംമേറ്റ്സ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ആ ടീംമേറ്റ്സ് എല്ലാം കൂടി, അല്ലെങ്കിൽ ആരാണോ ഹെഡ്, അയാളുടെ നിർദ്ദേശപ്രകാരമാണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എന്താണ്, പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തെ പറ്റിയും അതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെയാണ് അവര് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതില് ഈ മൂന്നാമത്തെ ഫങ്ഷൻസ് അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ ഫങ്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ചീപ്പസ്റ്റ് സോഴ്സസിന്, അതായത് ചീപ്പസ്റ്റ് ഇതുണ്ടല്ലോ, ഈ വില കുറഞ്ഞ വിഭവങ്ങളിൽ നിന്ന് കൂടിയ ഒരു ഫണ്ട് അവര് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് കൂട്ടിയ ഒരു ഫണ്ട് തയ്യാറാക്കുന്നു. പിന്നെ അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും, പിന്നെ എങ്ങനെയൊക്കെ ഓണ്ടർപ്രൈസിനെ മാനേജ് ചെയ്യാമെന്നും, പിന്നെ എങ്ങനെയൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ലാഭത്തെ നമുക്ക് നേരിട്ട് കൊണ്ടുവരാമെന്നും ഇതൊക്കെയാണ് ഈ ഒരു ഫങ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ ഓണ്ടർപ്രണർ എപ്പോഴും റിസ്ക് ടേക്കറാണ്. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിലൊരു വിട്ടുവീഴ്ചയും നടത്തില്ല. കാരണം അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവര് എന്ത് ചെയ്യുന്നു, ഈ എക്കോണമിയിൽ മാക്സിമം അവരുടെ ഐഡിയാസും ന്യൂ പ്രോജക്ട്സും കൊണ്ട് അവരവരുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഓണ്ടർപ്രണറും അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസിലും പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്ന് വെച്ചാൽ ഒരു വിജയിച്ച, അല്ലെങ്കിൽ ഒരു സംരംഭകൻ വിജയിക്കും. ഇപ്പം ഭൂരിഭാഗം ഓണ്ടർപ്രണേഴ്സും ഇപ്പൊ അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട അവരുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്രൈവ് ആൻഡ് എനർജി. ഡ്രൈവ് ആൻഡ് എനർജി എന്ന് പറയുമ്പം എന്താണ്, അവർക്ക് സ്ട്രോങ് അല്ലെങ്കിൽ ഊർജവും ഉണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാം, എവിടെ എങ്ങനെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം, ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയും ഇവർക്ക് ഉണ്ട്. അപ്പൊ ഏതൊരു സംരംഭകന്റെയും ഒരു മന്ത്ര എന്ന് പറയുന്നത് വർക്ക് ഈസ് വർക്ക്ഷോപ്പ്. വർക്ക് ഈസ് വർക്ക്ഷോപ്പ്. സോറി, വർക്ക്ഷോപ്പ് അല്ല, വർഷിപ്പാണ്. WORSHIP എന്ന് വെച്ചാൽ ജോലിയാണ് അവരുടെ ആരാധന, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നത് എപ്പോഴും ജോലിയെ ആണ്, ആ ഒരു ജോലിയെ ആണ്. അടുത്ത ക്വാളിറ്റി സെൽഫ് കോൺഫിഡൻസ്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. എന്താണ്, ആത്മവിശ്വാസം. അപ്പം എവരി സക്സസ്ഫുൾ ഓണ്ടർപ്രണറിന്റെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ അവര് എന്ത് ചെയ്യുന്നു, ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെയും വിജയിച്ച് വന്നിട്ടുള്ളത്. അപ്പം അതൊരു എന്താണ്, അതൊരു ക്വാളിറ്റി ആയിട്ട് ഇവർക്ക് ഉണ്ട്. പിന്നെ ലോങ് ടേം ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് അതിൽ നഷ്ടമായാലും ലാഭമായാലും അതിൽ തന്നെ തുടരും. പിന്നെ ഇത് ഇപ്പം ചില ആൾക്കാർ കരിയറിൽ ഒരു ജോലിയിൽ നിന്ന് തുടങ്ങി, പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് മറ്റൊരു ജോലിയിലോട്ട് പോയി. ഇത് പക്ഷേ ഇവർക്ക് ഇങ്ങനെയല്ല. ബിസിനസ്സിൽ നമ്മൾ നഷ്ടമായാലും ലാഭമായാലും സ്ട്രൈറ്റ് ഫോർവേഡാണ്. എന്ന് വെച്ചാൽ അതിലൊരു മാറ്റവുമില്ല. ദീർഘകാലമായിട്ട് ഇവർക്ക് ഇതിലൊരു ബന്ധമുണ്ട്. അതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം. അടുത്തതെന്ന് പറയുമ്പോൾ പ്രോബ്ലം സോൾവിങ്. അത് നമുക്ക് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ബിസിനസ്സുകാരെന്ന് പറയുമ്പം മെയിനായിട്ട് അവര് ഒരുപാട് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാറുണ്ട്. അപ്പം അതിനെയൊക്കെ ഒരു സ്മൂത്ത് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ്, സ്മൂത്ത് ആൻഡ് സ്റ്റീഡി ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നു. കൂടുതൽ എന്ത് ചെയ്യാതെ, വലുതാക്കാതെ അവരെന്ത് ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്ത് അവരുടെ ബിസിനസ് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു ക്വാളിറ്റിയും ഇതിലൂടെ അവർക്കുണ്ട്.
പിന്നെ ഒരു ക്വാളിറ്റി എബിലിറ്റി ടു സെറ്റ് ഗോൾസ് എന്ന് വെച്ചാൽ എന്താണ്, അതും ഇപ്പൊ നമുക്കും കൂടി ബാധകമാകുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മളിത് എന്ത് ചെയ്യുന്നു, മനഃപ്പാഠമാക്കുന്നു. അപ്പൊ അതിലൂടെ കുറച്ച് പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വെക്കും. അതിനാണ് ഞാൻ ഓരോ എന്താണ് കണ്ടന്റ്സും പതുക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതില് സംരംഭകര് എപ്പോഴും ഗോൾ ഓറിയന്റഡ് എന്ന് വെച്ചാൽ അവര് ഒരു ലക്ഷ്യത്തിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അവര് ഒരു കാരണവശാലും പിന്മാറില്ല. ആ ഒരു ലക്ഷ്യം കുറച്ച് അകലെയാണെങ്കിലും അവരതിനെ എത്തിപ്പിടിക്കും. അത്രയും തോളം അവരെന്ത് ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതാണ് ഇതില് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കോൺസ്റ്റന്റ് ഇൻഫോർമേഷൻ സീക്കേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷനെ അവര് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, ഒരു മുന്നറിയിപ്പ്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കാര്യങ്ങളും. അപ്പൊ ഈ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടൈം ടു ടൈം അവർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റില് അല്ലെങ്കിൽ അവരുടെ ടീം മാനേജ്മെന്റില് ഡിസിഷൻ മേക്കിംഗ്, അതായത് എന്താണ്, സാധനങ്ങളുടെ നിരക്കുകൾ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കപ്പെടുകയും അത് എത്രത്തോളം വർദ്ധിക്കണം അല്ലെങ്കിൽ എത്രത്തോളം കുറയ്ക്കണം, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ഇൻഫോർമേഷന്റെ എന്താണ്, ഇതിന്റെ കീഴിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇതൊരു സിഗ്നൽ ആയിട്ടാണ് അവർക്ക് എപ്പോഴും ഉപയോഗപ്പെടാറുള്ളത്. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതെന്ന് പറയുന്നത് എന്തുവാണ്, ഓണ്ടർപ്രണർ എന്ത് ചെയ്യുന്നു, അവരുടെ കീഴിലുള്ള ടീംമേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെ അവരുടെ ബിസിനസ് വിജയിക്കാൻ പറ്റിയ ഒരു മന്ത്രമായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, അവരെ ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ അതിനാൽ ഓണ്ടർപ്രണർ തീർച്ചയായും കസ്റ്റമറുമായിട്ട് ഒരു ഗുഡ് റിലേഷൻ തന്നെ ഉണ്ടാകണം. അപ്പം അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസിന്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്. ഇനി പറയുന്നത് കൺസേൺ ഫോർ ക്വാളിറ്റി, അതായത് എന്തുവാണ്, അവരുൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റും ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ചില ആശങ്കകളെ പറ്റിയാണ് അടുത്ത ഒരു ക്വാളിറ്റിയിൽ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയുമായിട്ട് എന്ത് ചെയ്യില്ല, കോംപ്രമൈസ് ചെയ്യില്ല. കാരണം അവർക്കറിയാം അത് ഒരിക്കലും എന്ത് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ആയിട്ടല്ല അവര് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ പ്രോഡക്റ്റും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പം അതിലൊരു ആശങ്ക എന്താവില്ല, വേണ്ട, അവർക്ക് ഇല്ല, ആ ഒരു ആശങ്ക ഇല്ല. അതാണ് ഇതിൽ പറയുന്നത്. പിന്നത്തെ ട്രൈ ടു ബി ആൻ ഇന്നോവേറ്റർ എന്ന രീതിയിൽ പുതിയ മാറ്റങ്ങൾ, നമ്മൾ ആദ്യമേ പറഞ്ഞു, പുതിയ മാറ്റങ്ങൾ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന വേൾഡിൽ കൊണ്ടുവരാൻ. അപ്പം എവിടെയും കോമ്പറ്റീഷൻ ആണ്, കോമ്പറ്റീഷൻ ഇല്ലാതെ ഒരു കാര്യവും ഇല്ല. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി അവരുടെ ബിസിനസ്സും മെച്ചപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ പാറ്റേൺസും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ക്വാളിറ്റിയും എന്ത് ചെയ്യാം, ഇംപ്രൂവും ചെയ്യാം. പിന്നെ ബിസിനസ്സിൽ കൂടുതലായിട്ടും ഓരോ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സും അവർക്ക് ചില സീക്രറ്റ്സ് അല്ലെങ്കിൽ വിക്ടറി മന്ത്ര കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം എന്ത് ചെയ്യില്ല, ഒരിക്കലും മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അറിയിക്കില്ല. കാരണം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ലീക്കേജ് വന്നാൽ അവർ സ്വയം തോൽക്കുന്നത് പോലെ ആയിരിക്കും. അപ്പം ഈ ഒരു സീക്രറ്റ് എന്നും അവരുടെ മനസ്സിൽ കൊണ്ടു കിടക്കാൻ ഉള്ളൊരു കഴിവ് അവരെന്ത് ചെയ്യുന്നു, ഇതിലൂടെ കൊണ്ടുവരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ റിസ്ക് ടേക്കിംഗ് അതിനെ കുറച്ചും കൂടി മോഡറേറ്റ് ചെയ്യുന്നു. പിന്നെ ഓണ്ടർപ്രണേഴ്സിന് പ്രത്യേകമായിട്ട് ചില കാഴ്ചപ്പാടുകൾ ചില കാര്യങ്ങളെ പറ്റിയുണ്ട്, അതും ഇതിലൊരു ക്വാളിറ്റി ആയിട്ട് വരും. മാൻ ഓഫ് വിഷൻ. പിന്നെ അവയർനെസ് ഓഫ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്, അതായത് എന്താണ്, പിന്നെ ഈ ഒരു ക്വാളിറ്റിയിൽ പറയുന്നത്, ഇപ്പോൾ ഒരു ഓണ്ടർപ്രണറും അയാൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ള സൊസൈറ്റിയോടുള്ള ഒരു കടപ്പാട്, ഒരു ബോധവൽക്കരണമായിട്ടാണ് സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് എടുക്കാറുള്ളത്. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പം സൊസൈറ്റിയിൽ
തൊഴിലില്ലായ്മ ഇപ്പോൾ നേരിടുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം അതിലൂടെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയോടുള്ള തന്റെ കടപ്പാട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ക്വാളിറ്റീസ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഫസ്റ്റത്തെ ഫങ്ഷൻസ് ഇന്നോവേഷൻ, പിന്നെന്താണ് പറഞ്ഞത്? ഇന്നോവേഷൻ കഴിഞ്ഞ് റിസ്ക് ടേക്കിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്. അപ്പൊ ഈ 3 മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഈസിയാണ്, തിയറിക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പം ഇതിന്റെ ബാക്കി ക്ലാസ് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.